ധനുഷിൻ്റെ മൂവിയാണത്. എനിക്ക് ലക്കി ഭാസ്കറിന് ശേഷം എനിക്കൊരു അങ്ങനെ കണ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടത് ഇതാണ്. നാഗാർജുന ധനുഷാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പെർഫോമൻസ് വൈസ് പടം ഓക്കെയാണ്. ഒരു 3 മണിക്കൂറുള്ളതൊരു ലാഗായിട്ട് ഫീൽ ചെയ്യും. മാത്രമാണ് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ രശ്മികയാണ് നായികയായിട്ട് വരുന്നത്. ദേവി ശ്രീപ്രസാദ് മ്യൂസിക്കുമുള്ള ഒരു വൺ ഡേ വാച്ചോടെ തിയേറ്ററിൽ കാണാൻ പറ്റിയ മൂവി തന്നെയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസാണ്. ധനുഷ് പുള്ളി ഒരു പിച്ചക്കാരനൊക്കെ ആയിട്ട് അതിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പുള്ളി ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു മണി ലോണ്ടർ ബേസിലൊക്കെയാണ് സ്റ്റോറി പോണത്. അതുപോലെ തന്നെ നാഗാർജുനയുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ പണ്ടേ വാച്ചുകളോട് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇങ്ങനെ ഒരു ധനുഷിനെ സ്ക്രീൻ പ്രസൻസ് കണ്ടിട്ടുണ്ടാവില്ല. ആ രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ല സിനിമയുടെ ഒരു വലിയൊരു മാസ് പടത്തിൻ്റെ അങ്ങനെയൊന്നും അല്ല. ഒരു ഇൻട്രഡക്ഷനൊക്കെ കുറച്ച് എന്ന് വെച്ചാൽ വലിയ ധനുഷിനെ കാണിക്കുന്ന സാധാ പോലെ ഈ തെലുങ്ക് പടത്തെ പോലെ 5-6 പാട്ടൊന്നുമില്ല. നന്നായിട്ട് നല്ല കഥ നന്നായിട്ടുണ്ട്. നല്ലൊരു മാസ സിനിമ കാണാൻ പറ്റിയ നല്ലൊരു പടം കേട്ടോ. കുഴപ്പമില്ല, നല്ല പടം. നല്ല പടമായിരുന്നു. നല്ല പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇമോഷണൽ മൂവിയാണ്. ഭിക്ഷക്കാരുടെ സ്റ്റോറി പറയുന്ന ഒരു പടമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടം. ധനുഷ് രശ്മിക കോംബോ നന്നായിട്ട് വർക്ക് ചെയ്തു. എല്ലാവരും നന്നായി ചെയ്തു. എല്ലാവരും നന്നായി ചെയ്തു. നല്ല ഫിലിം. ധനുഷ് തകർന്നുണ്ട്. വരട്ടൊരു അഭിനയം അടിപൊളി. இல்ல ப்ரோ, லென்த்லாம் கரெக்டாக தான் ப்ரோ இருக்குது. எங்கேயும் போர் அடிக்கல. கடைசி வரைக்கும் நல்லா தான் இருந்துச்சு. படம் சூப்பராக இருந்துச்சு. ധനുഷ് தான் ப்ரോ പടമേ വന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഉദ്യോഗസ്ഥ ലോബിക്ക് എതിരെയുള്ള സിനിമ തന്നെയാണ്. കാരണം നമ്മൾ ദിനം പ്രതി നാളെ നമ്മൾ ഭിക്ഷപാത്രം എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിത്യവിലക്കയറ്റം എല്ലാം ഏത് മേഖല എടുത്താലും നമ്മൾ ഭിക്ഷക്കാരാവുകയാണ്. അപ്പോൾ ഭിക്ഷക്കാരിൽ നിന്നുള്ള ഒരു ദൈവത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. വേറൊരാൾ ഔട്ട്സൈഡിൽ നിന്ന് ഒരാൾക്ക് പറ്റില്ല. കാരണം അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇത് വേറെ രീതിയിലേക്ക് ജോണിൽ മാറിപ്പോകും. പക്ഷേ അത് ഭിക്ഷക്കാരിൽ നിന്ന് തന്നെ കണ്ടെത്തി അവരെ തന്നെ ദൈവമാക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഇത് ധനുഷ്, ഞാൻ പറഞ്ഞില്ല, ധനുഷ് നല്ല ആക്ടറാണ്. തമിഴിൽ തന്നെ കമലഹാസൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ആക്ടർ ധനുഷാണ്. അതിനുശേഷം സൂര്യയുണ്ട്. ഇവരെല്ലാം ബെറ്ററാണ്. പക്ഷേ ഈ പടം വിജയിക്കേണ്ട നമ്മളെയും കൂടെ ആവശ്യമാണ്. നാളെ നമ്മൾ ഭിക്ഷക്കാരാവേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. ഇതിനെ നെഗറ്റീവ് പറഞ്ഞ് ഈ സിനിമയെ നശിപ്പിക്കാതിരിക്കുക. ഇതെന്ത് തന്നെയായാലും ഇത് ഓടട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് എന്തായാലും കേരളത്തിൽ ഹിറ്റാവുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും വന്ന് സിനിമ കാണുക, നല്ല അഭിപ്രായങ്ങൾ പറയുക, ഈ സിനിമയെ നശിപ്പിക്കരുത്. കാരണം